ആകെപ്പാടെ 4 പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കണം. ആ 4 പിള്ളേർ കളിയിൽ കൊതി വിട്ട് 4 അടിച്ചു പിരിഞ്ഞു പോയി. നമ്മൾ കേട്ടിട്ടില്ലേ നാട്ടിൻപുറത്ത്, ഇനി ഞാൻ കൂട്ടൂല, ഇനി ഞാൻ കളിക്കൂല, നിൻ്റെ അവിടെ കളിക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷേ അടുത്ത ദിവസം കളിക്കും. എന്നാലും പറയും നിൻ്റെ അവിടെ ഇന്നിനി കളിക്കുന്ന കാര്യമില്ല, ഇപ്പോൾ കളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPI കളിക്കളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അവർ സമരം ചെയ്യാൻ തുടങ്ങുകയാണ്. PM ശ്രീ അവർ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ പോവുകയാണ്. വിഴിഞ്ഞം പദ്ധതി അവർ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ പോവുകയാണ്. സമുദ്ര മിഷൻ സമുദ്ര അതിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കടലോരക്കാരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്കെടുത്ത് CPI സമരം ചെയ്യും. കായലോര കാര്യങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും. PM ശ്രീധരൻ ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും. നിയമസഭയിൽ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ ഞങ്ങൾ കത്ത് കൊടുക്കും, സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന്. ഞങ്ങൾക്ക് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇരിക്കാൻ മനസ്സില്ല, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ബ്ലോക്കാണ്. വിത്ത് കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉണ്ട്. ഏതാ കണ്ടീഷൻ? ഞങ്ങൾക്ക് ഉപകക്ഷി സ്ഥാനം തരണം. അതായത് പിന്നെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം ഞങ്ങൾക്ക്, ഉപനേതാവിൻ്റെ സ്ഥാനം ഞങ്ങൾക്ക് തരണം. അപ്പോഴാണ് പിന്നെ നമ്മുടെ ജനതാദളിന് ഒരാളുണ്ട്, പ്രവീണുണ്ട്, കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ച ജയന്തി നടരാജനെ, ലീഗിലെ ജയന്തി നടരാജനെ 450 വോട്ടിന് തോൽപ്പിച്ച ഒരാളുണ്ട്. അല്ല, ജയന്തി നടരാജൻ ജയിച്ചെങ്കിൽ ചിലപ്പോൾ മന്ത്രി വരെ ആകുമായിരുന്നു. എന്തായാലും തോൽപ്പിച്ച ഒരാളുണ്ട്, ഈ പിന്നെ പ്രവീൺ കുമാർ. അദ്ദേഹം ജനതാദളിൻ്റെ ആളാണ്. കൂത്തുപറമ്പിൽ ജനതാദളിന് ആളുള്ളതല്ല, പക്ഷേ CPM-ൻ്റെ കെറഫിൽ ജയിച്ചതാണ്. മട്ടന്നൂരും ഒക്കെ അവർ ആ ഒരു ബെൽറ്റ് അങ്ങ് ജയിച്ച കൂട്ടത്തിൽ ജയിച്ചതാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് തലശ്ശേരി, മട്ടന്നൂർ ഈ ഒരു ബെൽറ്റാണല്ലോ. ആ ബെൽറ്റിൽ നിന്നപ്പോൾ കൂത്തുപറമ്പ് ബെൽറ്റിൽ അങ്ങ് ജയിച്ചതാണ്. ആ ബെൽറ്റിൽ ജയിച്ചതിൻ്റെ കൂത്തുപറമ്പിലെ പ്രവീണിൻ്റെ പാർട്ടി ജോർജ് വർഗീസും പറഞ്ഞിരിക്കുന്നു CPI വിട്ടുവീഴ്ച ചെയ്യണം, CPI അധികാരം കൊതിക്കരുത്. ആ കാര്യം CPM-നോട് പറയൂല. അതാണ് തമാശ. CPM-നോട് നിങ്ങൾ അധികാരം കൊതിക്കരുത്, നിങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നു, ഉപകക്ഷി സ്ഥാനം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കൂ എന്ന് CPM-നോട് പറയൂല. CPI-യോട് പറയുന്നു നിങ്ങൾ അധികാരമോഹം കാണിക്കരുത്. അപ്പോഴാണ് CPI പറയുന്നു നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല മിസ്റ്റർ ജോർജ് വർഗീസ്, ഞങ്ങൾ അധികാരമോഹമുള്ളവരായിരുന്നെങ്കിൽ PKV എന്ന് പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യമുന്നണി ഉണ്ടാക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി. ആ ഞങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തരുത്. ജോർജ് വർഗീസെ, നിങ്ങൾക്കറിയില്ല അധികാരത്തിന് വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വേണ്ടി, തത്വാധിഷ്ഠിത നിലപാടിന് വേണ്ടി ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ബലി കൊടുത്തിട്ടാണ് വന്നത്. കോൺഗ്രസുമായിട്ടുള്ള ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം, കരുണാകരനുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടുള്ള അന്നത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ വച്ചൊഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നത്. അന്നേ ഞങ്ങൾക്കത് നഷ്ടക്കച്ചവടമായിരുന്നു. അന്ന് അവിടെ നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മാറി മാറി ഉപമുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനമോ എല്ലാം കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കളഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ ഞങ്ങളെ കയറ്റിയില്ല. ചിറ്റമ്മ നയമാണ് CPM കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി ആ പണി നടക്കത്തില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടണം. അത് ജോർജ് വർഗീസ് അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ബിനോയ് വിശ്വം സ്ട്രോങ് ആയി നിൽക്കുകയാണ്. ബിനോയ് വിശ്വം അങ്ങനെ സ്ട്രോങ് ആയി നിന്നില്ലെങ്കിൽ CPI പിളരും. ഇത് പിളരുന്ന കാലമാണല്ലോ, വളരുന്ന കാലമല്ലല്ലോ. പിളർന്നതിന് ശേഷമേ വളരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. ആദ്യം പിളരുക, പിന്നെ വളരുക എന്നുള്ളതാണ്. വളർന്നിട്ട് പിളരാൻ പറ്റത്തില്ല. പിളരുക, വളരുക എന്നുള്ളതാണ്. പിന്നെയും പിളരുക, വളരുക. ഇതാണ് എൻ്റെ കഥ. അപ്പോൾ അതുകൊണ്ട് CPI വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഉപകക്ഷി, നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഉപകക്ഷി നേതാവിൻ്റെ സ്ഥാനം ഞങ്ങൾക്ക് തന്നേ പറ്റൂ, 100%. വേറെ ഒരു മാർഗവുമില്ല എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിനോയ് വിശ്വം സാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയരുതേ, അങ്ങനെ ചെയ്യരുതേ, നിങ്ങൾ അധികാരത്തിന് വേണ്ടി കടിച്ചു തൂങ്ങരുതേ എന്നാണ് ജോർജ് വർഗീസ് സാർ ജനതാദൾ പറയുന്നത്. പക്ഷെ അത് കേൾക്കുന്നില്ല. ഞങ്ങളെ അങ്ങനെ തൂക്കുന്നവരായും അധികാരമോഹികളായും നിങ്ങൾ വിലയിരുത്തരുത് എന്നാണ് ആര് പറയുന്നത്? ബിനോയ് വിശ്വം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു സംഘർഷം LDF-നകത്ത് ഉടലെടുത്തിട്ടുണ്ട്. അവർ LDF-ന്റെ യോഗം പോലും കൂടാൻ കഴിയാത്ത രീതിയിലാണ്. യോഗം കൂടിയാൽ CPI ഉറഞ്ഞുതുള്ളും. അവർക്ക് ആ സീറ്റ് കിട്ടണം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ CPM തയ്യാറല്ല എന്നുള്ളതാണ്. ബാലഗോപാലന് വേണ്ടി എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചെടുത്ത് ബാലഗോപാലന് വേണ്ടി വച്ചിരിക്കുന്ന സീറ്റാണ്, തരാൻ പറ്റില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. പക്ഷേ കൃത്യമായ ആ സീറ്റ് കിട്ടിയേ പറ്റൂ എന്നാണ് ഇവരുടെ വാദം. അപ്പോൾ രണ്ട് കൂട്ടരും വാദത്തിലേക്ക് പോകുമ്പോൾ ആര് ജയിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. എന്തായാലും മത്സരം നടക്കട്ടെ. ബാൾ പാസ് ചെയ്യണമെന്നാണ് നമ്മുടെ എം എ ബേബി സാർ പറഞ്ഞിരിക്കുന്നത്. അത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്നറിയില്ല. ബാൾ പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥാനങ്ങൾ CPIക്ക് കൂടി കൊടുക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്.